കാട്ടാക്കട ബസ് സ്റ്റാൻഡിനെതിരെയുള്ള ഔഷധശാലയുടെ കൗണ്ടറിൽ നിന്നാണ് ഈ പട്ടാപ്പകൽ പണമടങ്ങിയ ബാഗ് ഒരു ആൾ വന്ന് മോഷ്ടിച്ച് കടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 1:15 ഈ മണ്ണൂർക്കര സിദ്ധാശ്രമം നടത്തുന്ന ഈ ഔഷധശാലയിൽ ഈ സാധനങ്ങൾ വാങ്ങാനെത്തിയെന്ന വ്യാജേന ഈ സെയിൽസ്മാൻ അടുത്ത മുറിയിലേക്ക് സാധനം എടുക്കാൻ പോയ തക്കത്തിന് ബാഗുമായി ഈ മോഷ്ടാവ് കടന്നതെന്നുള്ളതാണ്. ചെറിയ ബാഗിനുള്ളിൽ 4000-ഓളം രൂപയും ആശ്രമത്തിന്റെ കാർഡുകളും ക്രെഡിറ്റ് കാർഡുകൾ അടങ്ങിയവയാണ് ഈ ബാഗിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അതാണ് ഇപ്പോൾ നിലവിൽ മോഷണം പോയിട്ടുള്ളത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം വെച്ചുകൊണ്ട് ആശ്രമം ഇപ്പോൾ നിലവിൽ കാട്ടാക്കട പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഈ മോഷ്ടാവിനെ കണ്ടെത്താനായിട്ടില്ല. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് സമാനമായി പല കടകളിലും ഇത്തരത്തിൽ മുൻപും മോഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സാധനങ്ങൾ വാങ്ങാനെന്നുള്ള വ്യാജന എത്തുന്നു, തുടർന്ന് ഈ ക്യാബിനിൽ ഉണ്ടായിരുന്ന പണം മോഷ്ടിച്ച് കടക്കുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ കാട്ടാക്കട പ്രദേശത്ത് പലപ്പോഴായി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പോലീസിന്റെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. മുൻപ് ഈ മോഷണം നടത്തിയ അല്ലെങ്കിൽ മോഷണം പലപ്പോഴായി നടത്തി പിടിക്കപ്പെട്ട പ്രതികളിൽ ഒരാൾ തന്നെ ആകാം ഇത്തരത്തിൽ വീണ്ടും മോഷണം നടത്തുന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് കേസിൽ പ്രതികളായിട്ടുള്ളവരെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം. എന്തായാലും ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ പ്രതിയുടെ മുഖമടക്കം പതിഞ്ഞതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക് വളരെ വേഗം എത്താൻ സാധിക്കുമെന്നുള്ളതാണ് കാട്ടാക്കട പോലീസ് പറയുന്നത്. ഇതിലും പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിവേഗം തന്നെ പ്രതിയെ പിടികൂടുമെന്നുള്ളതാണ് കാട്ടാക്കട പോലീസ് പറയുന്നത്.